ഡിപ്പാർട്ട്മെൻറ്റ് SC/ST ഡിപ്പാർട്ട്മെൻറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെന്യൂഴ്സ്. കാരണം അവിടെ വർഷങ്ങളായിട്ട് ഉള്ള ഞാൻ കുറ്റമായിട്ട് പറയില്ല, പക്ഷേ ആ ഒരു പലപ്പോഴും മേ ബി ഓഫീസേഴ്സ് വന്നു പോയത് കൊണ്ടായിരിക്കാം എന്ന് ഒരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നടക്കാത്ത സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ഞെട്ടിക്കുന്ന പലതും ഞാൻ അവിടെ കാണുകയും അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് നിഫ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയതാണ്. അപ്പോൾ നിഫ്റ്റിൻ്റെ അവിടെ ഉള്ള കുട്ടികൾ കാണാൻ വന്നിട്ട് പറഞ്ഞു അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ പ്രശ്നം. എന്താ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാത്ത SC/ST ഇതിൽ നിന്ന് വിഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്, അവർക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചപ്പം യു വിൽ നോട്ട് ബിലീവ്, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് വളരെ അഭിമാനത്തോടെ പറയാം. നിഫ്റ്റിന് കൊടുക്കില്ല, IIM-ൽ കിട്ടിയ കുട്ടിയൊക്കെ കൊടുക്കില്ല, IIT-ൽ കിട്ടിയ കുട്ടിയൊക്കെ കൊടുക്കില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയാം അഥവാ അവർ കേരള എൻട്രൻസ് എഴുതുന്നില്ലല്ലോ സാർ. ആലോചിക്കൂ, നമ്മൾ 10-15 വർഷമായിട്ടുള്ള ഓർഡറാണ്, അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക. അതായത് കേരള എൻട്രൻസ് വഴി അല്ലാത്തതുകൊണ്ട് അവർക്കത് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി രക്ഷപ്പെടുന്നത്? ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നീറ്റ് എഴുതിയിട്ടും മറ്റൊക്കെ, ഇപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജസ് ആണ് അമൃത. അവിടെ നീറ്റ് എഴുതിയിട്ട് തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ ബാക്ക് ഡോറിലൂടെ ഒന്നുമല്ല. പക്ഷെ അവിടുത്തെ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുകയില്ലായിരുന്നു. ഇത് ഫുൾ ജിയോ ഉടച്ച് വാർത്ത് നമ്മൾ പുതിയ ജിയോ ഇറക്കി സിസ്റ്റം മാറ്റി.